ഹായ് നമസ്കാരം. സ്വന്തം കുടുംബത്തെ പോലും നോക്കാതെ വ്യാജമദ്യം കഴിച്ചവർക്ക് എന്തിനാണ് ധനസഹായം? കള്ളുകുടിക്കൂ 10 ലക്ഷം രൂപ നേടൂ എന്നതാണോ ദ്രാവിഡ മോഡൽ? കസ്തൂരി ചോദിച്ചു. കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിന്റെ നടുക്കത്തിലാണ് തമിഴ്നാട്. ഇതിനോടകം തന്നെ 54 പേരാണ് മരണപ്പെട്ടത്. ദുരന്തത്തിൽ മരിച്ചവർക്ക് തമിഴ്നാട് സർക്കാർ 10 ലക്ഷം രൂപ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോഴിതാ ഇതിനെതിരെ എത്തിയിരിക്കുകയാണ് നടി കസ്തൂരി. സ്വന്തം കുടുംബത്തെ പോലും നോക്കാതെ വ്യാജമദ്യം കഴിച്ചവർക്ക് എന്തിനാണ് ധനസഹായം എന്നാണ് കസ്തൂരിയുടെ ചോദ്യം. 10 ലക്ഷം ഏതെങ്കിലും കായിക താരത്തിനോ യുദ്ധത്തിൽ മരിച്ച ജവാനോ ശാസ്ത്രജ്ഞനോ കർഷകനോ ആണോ നൽകുന്നത്? അല്ല, തന്റെ കുടുംബത്തെ പോലും നോക്കാതെ വ്യാജമദ്യം കഴിച്ചവർക്ക് ജോലി എടുക്കേണ്ട, നിങ്ങൾ മദ്യം കഴിക്കൂ, 10 ലക്ഷം രൂപ നേടൂ എന്നതാണോ ദ്രാവിഡ മോഡൽ എന്നാണ് കസ്തൂരി ചോദിക്കുന്നത്. കള്ളക്കുറിച്ചി എന്ന ഹാഷ് ടാഗോടെയാണ് കസ്തൂരി പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതേസമയം കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ മരണസംഖ്യ 55ആയി. മരിച്ചവരിൽ സ്ത്രീകളും ട്രാൻസ്ജെൻഡർ വ്യക്തിയും ഉൾപ്പെടുന്നു. കരുണാപുരത്ത് വീണ്ടും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ മരണസംഖ്യ 50 കടന്നത് സംഭവത്തിൽ തമിഴ്നാട് സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുമാരമംഗലം മെഡിക്കൽ കോളേജ്, വിഴുപ്പുരം സർക്കാർ മെഡിക്കൽ കോളേജ്, പുതുച്ചേരി ജിപ്മർ എന്നിവിടങ്ങളിലാണ് ഗുരുതരാവസ്ഥയിലുള്ള ചികിത്സ തേടിയവർക്ക് 135 പേർ ചികിത്സയിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. കൂടുതൽ പേർ ചികിത്സയിലുള്ള കള്ളക്കുറിച്ചി മെഡിക്കൽ കോളേജ് 71 അംഗ മെഡിക്കൽ സംഘത്തെ സർക്കാർ അയച്ചിട്ടുണ്ട്. മദ്യത്തിൽ മെഥനോൾ അടങ്ങിയിരുന്നതായി അറിഞ്ഞിരുന്നില്ലെന്നാണ് മരിച്ചവരുടെ ബന്ധുക്കൾ പറയുന്നത്. മദ്യം വാങ്ങി കഴിച്ചതിന് പിന്നാലെ വയറുവേദന, തലകറക്കം, കണ്ണെരിച്ചിൽ തുടങ്ങിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയായിരുന്നു എന്നാണ് പറയുന്നത്.